ഹലോ, നമ്മളുടെ കുട്ടികളുടെ ഭാവി എങ്ങനെ സെക്യൂർ ആക്കാം? എല്ലാ പേരൻസും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എഡ്യൂക്കേഷൻ കോസ്റ്റ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. RASP അഥവാ രജിസ്റ്റേർഡ് എഡ്യൂക്കേഷൻ സേവിങ്സ് പ്ലാൻ. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഇത് നിങ്ങളൊന്ന് കേട്ടെ. ഈ RASP എന്ന് പറയുന്നത് ഒരു സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ഇത് സ്പെസിഫിക്കലി ഡിസൈൻഡ് ആണ്. നിങ്ങളുടെ കുട്ടികളുടെ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാനേഡിയൻ ഗവൺമെന്റ് തന്നെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, കാനഡ എഡ്യൂക്കേഷൻ സേവിങ്സ് ഗ്രാന്റ് വഴിയാണ് നമ്മുടെ കാനഡ ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. നിങ്ങൾ ഇയർലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന്റെ 20% വരെ, അതായത് അപ് ടു $500 എവറി ഇയർ കാനഡ ഗവൺമെന്റ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള മണിയാണ്. RASP തുടങ്ങാൻ വളരെ സിമ്പിൾ ആണ്. ഒരു ബാങ്ക്, ക്രെഡിറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മുടെ കുട്ടിയുടെ സിൻ നമ്പർ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഷുറൻസ് നമ്പരും പിന്നെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസും മതി. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഫോർ എക്സാമ്പിൾ, മന്ത്ലി $50 സേവ് ചെയ്താലും 18 ഇയേഴ്സ് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഗ്രാന്റ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ഒക്കെ കൂടി ഇറ്റ് വിൽ ഗ്രോ ഇൻ ടു തൗസൻഡ്സ്. ഇതിൽ മറ്റൊരു ഗ്രേറ്റ് ഫീച്ചറാണ് കാനഡ ലേണിംഗ് ബോണ്ട്. ഇതിൽ ലോവർ ഇൻകം ഫാമിലീസിന് എക്സ്ട്രാ $2000 വരെ ലഭിക്കും, ഈവൻ ഇഫ് യു ഡോണ്ട് കോൺട്രിബ്യൂട്ട്. ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് മേക്ക് ഷുവർ ഇയർലി ഒരു $2500 എങ്കിലും സേവ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ ഗ്രാന്റ് ഒന്നും മിസ് ആവില്ല. ഈ RASP ഫണ്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 31 ഇയേഴ്സ് വരെ ടൈം ഉണ്ട്. അതിനാൽ കുട്ടി ഒരു വർഷത്തെ ഗ്യാപ്പ് എടുത്താലോ അല്ലെങ്കിൽ പ്ലാൻസ് ഒക്കെ ചേഞ്ച് ചെയ്താലോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സേവിങ് മണി. ഇത് കുട്ടികൾക്ക് അവരവരുടെ ഡ്രീം ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ചെറുതായിട്ട് തുടങ്ങി വെക്കൂ, റെഗുലർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യൂ. പിന്നെ റെസ്റ്റ് ഓഫ് ദ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സമയം നമുക്ക് കാണിച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ലെറ്റ്സ് ബിൽഡ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ ടുഗെദർ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.